പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, വീണ്ടും നെട്ടേത്ര ഉണ്ടായൊരു വാഹന അപകടത്തിൻ്റെ തത്സമയ സംപ്രേഷണവുമായി സാക്ഷി TV നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇന്ന് നെട്ടേത്രയെ സംബന്ധിച്ച ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ അപകടമാണ് എന്ന് വേണം പറയാൻ. രാവിലെ ഉണ്ടായ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ടുപോയ വാഹനം നിലമേൽ പുതുശ്ശേരിയിൽ വെച്ച് മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയാണ് ഉണ്ടായത്. അതും കൂട്ടിയാൽ ഇന്ന് മൂന്നാമത്തെ അപകടമാണ് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇത് കോട്ടയത്തേക്ക് പോയ ഫാസ്റ്റ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഒരു കുറച്ച് നാളുകളായി നിരന്തരമായ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പല ഉദ്യോഗതല കമ്മിറ്റികളും ആലോചനകളും ഒക്കെ നടന്നു എങ്കിലും അതൊന്നും തന്നെ ഇതുവരെ പ്രാവർത്തികമാകുന്നില്ല. ഇവിടെ ദിവസങ്ങളിൽ ആഴ്ചകൾ ഇപ്പോൾ ഇങ്ങനെ ഈ അപകടം നടന്നുകൊണ്ടിരിക്കുന്നു. ജീവൻ നെട്ടേത്തറയിൽ പൊലിയുന്ന ഒരു വിശേഷമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റോഡാണ്. ഇവിടുന്ന് ഇരു സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിലാണ് പലപ്പോഴും കടന്നു പോകാൻ സാക്ഷി TVയുടെ പ്രവർത്തകർക്ക് ഒപ്പം റിപ്പോർട്ടർമാർ അടക്കം നിങ്ങൾക്ക് പലതവണയും അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വേഗത കൂടിയ ഒരവസ്ഥയിലാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. നിയന്ത്രണാതീതമായ വേഗതയിൽ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതും ഒരുപക്ഷെ അപകടങ്ങൾക്ക് കാരണമാകാം. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ ഈ കാറിലുണ്ടായിരുന്ന ആൾക്കാർ വളരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബസ് യാത്രികർക്കും പരിക്കുകളുണ്ട്. ഇപ്പോൾ കുറച്ച് പേരപ്പുറത്ത് പരിക്ക് ഉള്ളവർ അവർ വണ്ടിക്ക് വേണ്ടി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നു. ഇത് നെട്ടേത്രയിലെ ഒരു നിത്യസംഭവമായി മാറുകയാണ്. ബന്ധപ്പെട്ട അധികാരികളും ഇതിന് വേണ്ടുന്ന എന്താണ് നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റുന്നത് എത്രയും വേഗം അതിലേക്ക് മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഉള്ളത്. കിടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഇനി ആരോ ആയിക്കോട്ടെ ഓവർടേക്ക് ചെയ്ത് കയറി ഒന്നും പറയാം. അതെ, ഇപ്പൊ വേറൊരാളും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. രണ്ട് വണ്ടിക്ക് ഓവർടേക്ക് ചെയ്താണ് ആ കാറ് കയറി വന്നത്. അങ്ങനെയാണ് ഈ വാഹനത്തിൽ ഇടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു പറയാൻ പറ്റില്ല. കാര്യം തൊട്ട് ബാക്കിൽ എൻ്റെ വീട്. ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അതെ, ഇവിടെ മൊത്തം മൂന്നാമത്തെ ആക്സിഡന്റ് ആണ് ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാസങ്ങൾ കൊണ്ട് കാലാകാലങ്ങൾ കൊണ്ട് അനവധി അപകടങ്ങളാണ്, നിരവധി അപകടങ്ങളാണ് ഏകദേശം ഒരു മാസക്കാലത്തിനകത്താണ് നടന്നിരിക്കുന്നത്. ബന്ധപ്പെടുന്നു ഇന്നത്തെ ദിവസം ഇത് മൂന്നാമത്തെ ആഴ്ച. ഈ ഒരു മാസത്തിൽ എത്ര ആക്സിഡന്റ് നടന്നു, എത്ര നിയർ മിസ് നടന്നു ഒരു കയ്യും കണക്കാണ്. ഏറ്റവും കൂടുതൽ. അത് പ്രദേശവാസി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ഈ അപകടത്തിന് ഉണ്ടാകാൻ സാധ്യതകൾ എന്താണ്? സാധ്യതകൾ മൂന്നാഴ്ച മുമ്പ് സാക്ഷി TV ഉൾപ്പെടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ കവർ ചെയ്തില്ലേ? ഈ ജനപ്രതിനിധികൾ വന്നു, സാക്ഷി TV വന്നു, ഇവിടുത്തെ ജനങ്ങളെ വിളിച്ച് ആരുടെങ്കിലും ചോദിച്ചായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്? ഇവിടുത്തെ ജനങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. തീർച്ചയായും വണ്ടി പോകുന്നവർക്ക് തീർച്ചയായും സാക്ഷി TV കൃത്യമായി ഈ പ്രദേശത്ത് മറ്റേ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ബഹുമാന്യന് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരെ വിളിച്ച് അവരുടെ ഒരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ തുറന്ന് അന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ, അതേപോലെ അപ്പുറത്ത് കച്ചവടം നടത്തുന്ന കടയുടെ ഓണർ എല്ലാം കഴിഞ്ഞിട്ടാണ്. സാറേ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ റോഡിനെ പറ്റി എടുക്കാനായിട്ട് ആളുണ്ട് അല്ലേ? വന്ന് ജനപ്രതിനിധികളെ എത്ര പേര് നിങ്ങൾ സംസാരിച്ചു? അവരോട് ജനപ്രതിനിധികൾ ഇതിന്റെ ഈ റോഡിന്റെ വിഷയം വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന കമ്മിറ്റിയിൽ
കൃത്യമായി എത്ര പേര് കമ്മിറ്റി അത് പറഞ്ഞിട്ടില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അറിയിക്കേണ്ട ജോലി അവരുടേതാണ്. ഞങ്ങൾ അവിടെ ചെന്നൈയിൽ ആ വാർത്തയുമായി ഞങ്ങൾ പൂർണ്ണമായി ആ കമ്മിറ്റിയിൽ പൂർണ്ണമായി സഹകരിക്കും. അവരോട് ഇവിടെ നടക്കുന്ന ഈ നിരന്തര അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി അവരോട് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള സർവേക്ക് വന്നത്. ആ സർവേയിൽ സ്ഥാപിക്കുന്നതിനല്ല കാര്യം, ബോർഡ് സ്ഥാപിച്ചിട്ട് എങ്ങനെയാ ആക്സിഡന്റ് അല്ല, അന്ന് അവർ പറഞ്ഞത് ബോർഡ് സ്ഥാപിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഡ്രൈവർക്ക് ഈ റോഡിലുള്ള മാർക്കുകൾ അറിയാൻ പാടില്ല, നിയമങ്ങൾ അറിയാൻ വയ്യ. നിയമങ്ങൾ ഈ യെല്ലോ ലൈൻ കൊടുക്കുന്നുണ്ട്, ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കൊടുക്കുന്നു. ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്തിനാണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടുള്ള. ടാക്സ് അടച്ചിട്ട് നിങ്ങളെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വണ്ടി ടാക്സ് അടച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാം ആവത്തില്ല. കാൽനട യാത്രക്കാരെ പരിഗണിക്കണം. അങ്ങനെ ഒരു നിയമം ഉണ്ടോ? അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാം മറ്റൊരവസരത്തിൽ. വീണ്ടും ഞാൻ ഈ അപകടത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ബഹുമാന്യരായ പൊതുജനങ്ങൾ പറഞ്ഞതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നടത്തിയ സർവേയിലും ഫലം കണ്ടില്ല എന്ന് പറയുന്നതിൽ അവർ പറയുന്നതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അന്നിവിടെ ബോർഡുകൾ, സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുകയും വേഗത കുറയ്ക്കാനുള്ള ഹമ്പുകൾ സ്ഥാപിക്കാനുമൊക്കെ തീരുമാനം എടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഫലത്തിൽ അത് ആയില്ല എന്ന് തന്നെയാണ്. ഇന്ന് തന്നെ നടന്ന മൂന്നാമത്തെ അപകടമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ വലിയ അപകടങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ സ്ഥിരമായി സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഒരു അയ്യപ്പ ഭക്തരുടെ കാറുമായി ഇടിച്ചു കയറിയതും ഇതേ സ്പോട്ടിൽ തന്നെയാണ്, ഇതേ സ്ഥലത്ത് തന്നെയാണ് സംഭവിച്ചത്. അന്ന് ആ കാർ യാത്രികരിലായിരുന്ന 5ഓളം പേർ മരണപ്പെട്ട വാർത്ത നമുക്ക് സംപ്രേഷണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ സ്ഥിതികൾ. ഇപ്പോൾ ചെറുതും വലുതുമായ നെട്ടത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ അപകടങ്ങൾ വളരെ നിത്യസംഭവമായി മാറുന്ന ഒരു സാഹചര്യം നെട്ടത്രയിൽ സംജാതം ഇരിക്കുകയാണ്. ജനങ്ങളുടെ രോഷം അവർ പറയുന്നതിൽ തെറ്റില്ല. കാരണം പലപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ വളരെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പ്രദേശവാസികൾ വളരെ ഉത്തരവാദിത്തോടെ കൂടി ചെയ്യുന്നത് അതിനാണ്. ഈ നെട്ടത്രയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രദേശവാസികളാണ് എപ്പോഴും ഈ ആക്സിഡന്റ് മുൻപേ എത്തി ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ രോഷം നമ്മളോട് പങ്കുവച്ചതിൽ നമുക്ക് അവരോട് തീർച്ചയായും ബഹുമാനമാണ് പോകുന്നത്. അവർ പറയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ബസ്സും അതുപോലെ മറ്റേ കാറും ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കടയ്ക്കൽ നിന്നുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ ആ ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. ഒപ്പം തന്നെ ആ കാറും അതുപോലെ അവിടെ നിന്ന് റിക്കവറി ചെയ്തിട്ടുണ്ട്. അതിലും എല്ലാം വേണ്ടുന്ന നടപടികൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. അങ്ങോട്ട് പറയാം. ഇത് മാർക്കറ്റ് പോകാൻ ഈ പ്രദേശത്തെ ഈ അപകട സാധ്യതകളെ കുറിച്ചും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചുമൊക്കെ നമ്മളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരും BJPയുടെ നേതാവുമായ ശ്രീ കുരിയോട് ഉദയൻ സാക്ഷി TV യോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇവിടുത്തെ ഈ നിത്യസംഭവമാണല്ലോ ഈ അപകടം.
അപ്പോൾ അതേക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായങ്ങൾ? ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ ഇന്ന് 4ാമത്തെ അപകടമാണ് ഈ 1/2 കിലോമീറ്ററിന് ഇടയ്ക്ക് നടന്നിരിക്കുന്നത്. ഡെയിലി ഒരു 2-3 അപകടങ്ങൾ നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ മേടയിൽ തൊട്ട് ഈ കുരിയോട് നക്ഷത്ര പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ ഒരു സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണം സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവൻ ഇവിടെ പൊലിയുന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇത് കണ്ട് ജനങ്ങളുടെ മനസ്സ് തന്നെ മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഹൈവേ അതോറിറ്റി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നടപടി ഈ പ്രദേശത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവൻ അപകടത്തിൽ പൊലിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടിയന്തരമായി തന്നെ എന്തെങ്കിലും ഒരു ഹമ്പ് അങ്ങനെ വെക്കാൻ നിയമമില്ലെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ വെക്കാൻ സാഹചര്യത്തിൽ ഇല്ലെന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കടക്കൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് റോഡിൽ വെക്കുന്ന ഓയിലും മറ്റും കഴുകിക്കളയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നെട്ടേത്രയിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നടന്ന ഈ വാഹന അപകടത്തിൻ്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.